ഞാൻ നിർത്തിക്കോന്നാ വിചാരിച്ചേ. Welcome back to Zach's Variety. വയനാട്ടിലെ കാട്ടത്തെ റിസോർട്ടിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ എന്താണ് എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇത് കൽപ്പറ്റയിലുള്ള ഫുഡ് പാരഡൈസ് എന്ന ഹോട്ടലിൽ ഡിന്നർ കഴിക്കുകയാണ് ഞങ്ങള്. ഇതതിൻ്റെ ബില്ല്. രാത്രി 9 മണിയാണ്. ഇപ്പം ഞാൻ നമ്മുടെ റിസോർട്ടിൽ കയറിയിട്ടുണ്ട്. റിസോർട്ടിൽ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പം അത്യാവശ്യം നല്ലോണം അങ്ങോട്ട് മഴ പെയ്യുന്നുണ്ട്. അത്യാവശ്യം തന്നെ നല്ല മഴ ഉണ്ട്. ഞാനും വൈഫും 4 മക്കളും മാത്രമാണ് വന്നിട്ടുള്ളത്. ഇപ്പം മഴയൊന്ന് അടങ്ങിയിരിക്കുന്നു. ഉച്ചക്ക് 3 മണിക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 9 മണിക്കാണ് സുൽത്താൻ ബത്തേരി അതിൻ്റെ അടുത്തുള്ള ബീനാച്ചി എന്ന് പറഞ്ഞ ഒരു ഭാഗത്തുള്ള ഒരു കാട്ടുപ്രദേശത്തുള്ളൊരു റിസോർട്ടിലാണ്. ബാംബു വാലി എന്ന് പറയും അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഇനി രാവിലെ ഉറങ്ങി എണീച്ചിട്ട് ഞാൻ ഇതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആണ് ഈ ഒരു വ്യൂ. അത്യാവശ്യം നല്ല മുളകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു വ്യൂ. ഇതൊരു ലോങ് വ്യൂ ആണ്. 2 റൂമാണ് ഉള്ളത്. ഞാനും വൈഫും പിന്നെ 4 മക്കളാണ് വന്നിട്ടുള്ളത്. മൊത്തം എനിക്ക് 6 മക്കളാണ് ഉള്ളത്. 2 പേര് വന്നിട്ടില്ല. അവർ കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉറങ്ങാൻ പോവാണ്. ഇപ്പം സമയം രാവിലെ 6:15. ഞാൻ രാവിലെ നേരത്തെ എണീക്കും. നേരത്തെ പറഞ്ഞാൽ 3:30 മണിക്കാണ് ഞാൻ എണീക്കും. 3-3:30 മണിക്ക്. ഇതിലേക്കുള്ള വഴിയാണ് ഇത്. സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള ബീനാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പഴുവത്തൂർ റോഡിലാണിത് ഈ സ്ഥലം നിൽക്കുന്നത്. ഇതിവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. നമുക്കിതിൻ്റെ പരിസരമൊക്കെ ഒന്നിങ്ങനെ മൊത്തം ഒന്ന് കാണാം. മൊത്തം ഇവിടെ 4 റൂമുകളായിട്ടുള്ള റിസോർട്ടാണുള്ളത്. അതൊക്കെ മുകളിലാണ്, താഴെയല്ല, മുകൾ ഭാഗത്താണ് അതൊക്കെ നിൽക്കുന്നത്. ഇതൊരു സെറ്റാണ്. അവിടെ ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മളിത് മറ്റേ വേറൊരു ഭാഗത്താണുള്ളത്. 2 ഭാഗത്താണ് നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മളിതുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചെറിയ മോഡ് ഇവിടുത്തെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കളിക്കാനുള്ള. ഇതാണ് മറ്റേ 2 റൂം. അതിൻ്റെ മുകളിലൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്തു കൂടി ഒരു വഴിയുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ളത്. അത് 2 ഫുള്ളാണ്. ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പരിസര കാര്യങ്ങളൊക്കെ നമുക്കൊന്നിങ്ങനെ കംപ്ലീറ്റ് കാണാം. കുട്ടികൾക്ക് അത്യാവശ്യം മഴ ഉള്ളതുകൊണ്ടൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഴയത്ത് യാത്ര ചെയ്യുന്നതൊക്കെ. ഇതിവിടെ ഒരു കുളമുണ്ട്. സ്വിമ്മിംഗ് പൂളിന് പുറമെ ഒരു നല്ലൊരു കുളം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ ഒരു നീർച്ചാൽ ഒഴുകി പോകുന്നുമുണ്ട്. ഇത് ഈ റിസോർട്ടിലേക്ക് മുകളിലെ കോണിയാണ് ഇതിലേക്കുള്ളത്. ഇതതിൻ്റെ താഴെ ടൂറിസ്റ്റേഴ്സിന് കഴിക്കാനുള്ള ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു വാഷ് ബേസിനും കാര്യങ്ങളും അത് ഇവിടെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു ക്യാരം ബോർഡ് കളിക്കുന്നൊരു ക്യാരം ബോർഡും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നന്നായിട്ട് കവുങ്ങും തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. മയിലുകളുടെ ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അല്ലാണ്ട് വേറെ അധികം സ്ഥലങ്ങൾ കാണാൻ പോകുന്നില്ല. മുമ്പ് പലതവണ വയനാട്ടിൽ വന്നിട്ടുണ്ട്. ഇതിവിടുത്തെ നമ്മുടെ വണ്ടിയും പിന്നെ വേറെ 2 ആളുകളുടെ വണ്ടികളുണ്ട് ഇവിടെ. ഒരു മുളങ്കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ എടുത്ത റൂമിൻ്റെ താഴ്ഭാഗമാണിത്. അതിലാണ് 2 റൂമുള്ളത്. അതിൻ്റെ താഴെയും ഡൈനിങ്ങും കാര്യങ്ങളും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഒരു പാസേജ് വന്നിട്ട് ഇതിലൂടെ അങ്ങനെ കുളത്തിലേക്ക് വഴിയുണ്ട്. ഇങ്ങനെ ഇതിലെ എങ്ങനെയും പോവാം. പുറമൊക്കെ നല്ല വൈബാണ് ഇതിൻ്റെ പുറംഭാഗമൊക്കെ. അപ്പം നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ അങ്ങനെ കാണാം. സ്വിമ്മിംഗ് പൂളിൽ ആദ്യം സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് കയറി ഒന്ന് കുളിക്കണം.
മറ്റുള്ളവർ ഇറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട്. അപ്പോൾ നമ്മുടെ മോളും ഞാനും കൂടി ഇനി ഒന്ന് സ്വിമ്മിങ്ങിൽ അർമാദിക്കാൻ പോവാണ്. അപ്പം നമുക്കിനി സ്വിമ്മിംഗ് പൂളിലെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ചെരുപ്പയച്ചിട്ട് നല്ല ക്ലീൻ വാട്ടറാണ്. വയനാട്ടിൽ പിന്നെ പല സ്ഥലങ്ങളിലും സ്വിമ്മിംഗ് പൂൾ ഇല്ലാതിരിക്കൂല. ഞാൻ പിന്നെ വയനാട്ടിൽ വരുന്നത് സ്വിമ്മിംഗ് പൂൾ ഉള്ള റിസോർട്ടുകൾ മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ. അങ്ങനല്ല അടിയിൽ തോന്നുണ്ടാക്കല്ലോ അമ്മ. അതല്ല ആയിരിക്കും. സൗണ്ട് നോക്കി സൗണ്ട് നോക്കിയേ അമ്മ അത്ര സൗണ്ട് ഉണ്ടാക്കല്ലേ. അവിടെ തന്നെ അമ്മ അവിടെ തന്നെ വന്നു കേട്ടോ. എത്ര ഉണ്ടാവും ആഴം? നിങ്ങൾക്ക് കൊള്ളിടില്ല. നിങ്ങൾക്ക് കൊള്ളുണ്ടോ? കാലത്തില്ല അതല്ല ആയിരിക്കും. അമ്പിയൊന്ന് സൗണ്ട് ഉണ്ടാക്കിയല്ലേ. ആ കുട്ടികൾക്ക് ബാബാക്ക് ഇരുന്നോക്ക് ബാബാന്റെ മാതിരി ഇരുന്നോക്ക്. അതല്ല ആയിരിക്കും. അമ്മ ഒന്ന് വെള്ളമൊക്കെ തെറിപ്പിക്ക്. ഇനി ഇരുന്ന അമ്മ ഒന്ന് തല മാത്രം ഇരുന്നിരിയ കൊഴപ്പല്ല. പേടിക്കാതെ ഇരുന്ന അമ്മ കുറച്ചും കൂടി അടിക്കോട്ടെ. കുറച്ചും കൂടി അടിക്കോട്ടെ. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ഇത് നോക്കാക്കണ്ട കേട്ടോ. അപ്പൊ മനസ്സിലാവും. വായനല്ല സൗണ്ട്. അമ്പി വെറുതെ ഇങ്ങനെ കരയണത്. അമ്പിന്റെ ഭാവങ്ങനെ മലർത്തിയിട്ടൊക്കെ ചെയ്യാ. ഞാൻ കുട്ടികൾക്കും പെടൂല. ഒന്ന് ഇറങ്ങിയോ അമ്രി? ഒന്ന് ഇറങ്ങി. ഏതല്ല ഓക്കെ ആദ്യം അങ്ങോട്ടേക്ക് ഇറങ്ങ്.
നീന്ത് നോക്കാം. ചാട്. തണുപ്പിടെ ചെയ്തേ. ഇവിടെ നല്ല ചൂടൊക്കെ ഉണ്ടല്ലോ. അങ്ങോട്ടല്ല സാറല്ല, അങ്ങോട്ട് അങ്ങോട്ട് അവിടുത്തെ ആ അവിടെ ഞാൻ അറ്റത്തേക്ക് പോ. ഞാൻ റൗണ്ട് അടിച്ചു റൗണ്ട് അടിച്ചു റൗണ്ട് അടിച്ചു വാ. റൗണ്ട് അടിച്ചു വാ നോക്കട്ടെ. നീന്തൽ അങ്ങനെ ഉണ്ട്. തല ഒന്നിച്ചോ തല ഒന്നിച്ചോ. അവിടെ തോർത്തുണ്ട്. ഇവിടെ ബാത്റൂമാണ്, ഇവിടെ നിന്ന് വെക്കല്ലേ. അവിടെ തൂക്കിടാൻ തൂക്കിടാൻ അതിനേക്കാൾ നല്ലതായ്മ തൂക്കിടാൻ ഇഷ്ടമായ സ്ഥലം. ഇത്ര വൃത്തികെട്ട ബാത്റൂമിലാ തൂക്കിട. അറിയോ രക്ഷിക്കായി ഓന് മുങ്ങാനുള്ള വെള്ളമല്ല, അനക്ക് മുങ്ങാനുള്ള വെള്ളമല്ല. അത് തണുപ്പ് ശരിയാണ്. ഞാനൊക്കെ രാവിലെ തണുപ്പ് ഇപ്പൊ ചൂടാണ് എനിക്ക്. ഇപ്പൊ തണുപ്പൊന്നുമില്ലല്ലോ. ബാബാക്ക് തണുപ്പില്ല. നമ്മളെ നെഞ്ചിക്ക് നോക്കത്തല്ലേ. വേറെയല്ലല്ലോ, അത് വേറെയല്ലോ. ബാബാക്ക് തണുക്കുന്നില്ലല്ലോ. ആ മുങ്ങൊന്നുമില്ലടാ, അവിടെ തിരിയായല്ല. ഇതൊക്കെ എന്റെ കാല് പൊന്തിച്ചിട്ട് അങ്ങനെ എന്തായാലും മുങ്ങൂല അവിടെ ഒന്നും. ഞാനൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് താഴ്ചയുണ്ട്. ശ്വാസം എന്താ അറിയില്ല. ശ്വാസത്തിനൊക്കെ മറ്റേ തല മുന്തിച്ച് എന്താ അങ്ങനെയല്ല, നീണ്ടുണ്ടല്ലോ ശ്വാസം എടുക്കാം. അത് എനിക്ക് എടുക്കുമ്പോ കാല് നോക്കണ്ട. കാല് അർത്ഥം വെച്ചത് കാല് കിട്ടും വെക്കണ്ടേ. ഇങ്ങനല്ലേ അങ്ങനെ മാറ്റിയാൽ കാല് അങ്ങനെ അടിയിൽ കുഴപ്പമൊന്നുമില്ല. ഞമ്മളെ ചാട് അമ്മനെ ഇപ്പത്തെ മതി. കഴിച്ചില്ലോ കണ്ടില്ലേ. പുറത്തോ പുറത്ത് കയറി ബാബു പിടിക്കും. ഉച്ചക്കില്ലേ അമ്പലിന്റെ ഭാഗം ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കയറിയിട്ട് ഞാൻ നീങ്ങുക. നല്ല രസമായിരിക്കും. അമ്രേ തീരെ പ്രശ്നമില്ല. ഞാൻ പറയട്ടെ, അവൾക്ക് ഒരു ഇച്ചി
ഇച്ചിരി ആളും കൂടുതലുണ്ട്. ആ ഭാഗത്തേക്കല്ലേ? അത് അമ്മക്കാ മനസ്സിലാവും. ബാബ ഇവിടെ ശരിയാണ്. ഇവിടെ കാല് നിൽക്കും, അവിടെ ഇൻഷും കാല് നിൽക്കൂല. ഇല്ലല്ലേ? എടാ അത്ര ആളൊന്നുമില്ല. മുങ്ങി കുമ്പാഴ മൊത്തം ഇവിടുത്തെ ഇങ്ങനെ ഇറക്കാൻ കൊടുക്കണം. നീ കഴിച്ചിട്ട് അങ്ങനെ ഇറക്കിക്കാണ്ട് കയറിക്കോ 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 കയറിക്കോ. ഒന്ന് ഓടിച്ചാട് ചാടുക. തല തല കണ്ട് വെള്ളത്തിൽ ചാടി ചാട്. ഇവിടെ ഇറക്കി കൊടുക്കുക നമ്മള്. ഇവിടെ കണ്ട ഇവിടെ എത്ര ഉണ്ട്. ഓടുക ഓടിച്ചാട്. അതിങ്ങനെ പൊന്തിയാൻ തരാം. ഇവിടുന്ന് ഇങ്ങനെ പൊന്തിയാൻ പറ്റും. ഓടുക. എന്റെ മേത്തൊന്നും എത്ത് ഓനാ വള്ളീന്റെ അപ്പുറത്തേക്ക് എത്തൂല ചാടി. കാല് ഓനെ കാല് ഇങ്ങനെയാ. കാല് അടുപ്പിച്ചേക്കടാ ചാടുമ്പോ. അവിടുത്തെ പോയി നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഞങ്ങൾക്ക് മൂന്നാർ വിളിച്ചാൽ നമ്മള് ചാടിക്കോ. കാലടുപ്പിച്ചേക്കട്ടോ ചാടുമ്പോ. അപ്പൊ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കൂല. നേരെ അല്ല എങ്ങനെയാ ചാടിക്കോ. അമ്മക്ക് സ്ഥലം ഉണ്ടാവില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ശരിക്കും ഭയങ്കര പ്രശ്നം കേട്ടോ. ശരിക്കും ഒന്നും പേടിയല്ലേ. ഇപ്പൊ ഞാൻ ചാടി. ചാടടി പെണ്ണെ. ഇത് കുറച്ചേരം വീഡിയോ ആയി കിടക്കണോ. ആ അങ്ങനെ ചാടിക്കോ. ഇപ്പൊ ഞാൻ ഒന്നെങ്കിലും ആ അതെന്താ അറിയോ, കാണുന്ന കാര്യമില്ല. നല്ല മാമോട് പോയി മാമാനെ വിളിക്കണ്ടേ. നമ്മള് കുളിയാണല്ലോ മാമാക്ക്. മാമ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. എവിടെ ഇവിടെ ഇരിക്കണം. അവിടെ നിന്ന് ഓടി വരിക. ഈ കോർണർ നിന്നിട്ട് ചാടി. ഭയങ്കര പേടിയാ. ആദ്യമായിട്ട് ചാടി നോക്കണത്. ഇതുവരെ ചാടി വെച്ചിട്ടില്ല. വെള്ളത്തിൽ ഇപ്പൊ തണുപ്പില്ലല്ലോ. ആ അതാ പറഞ്ഞത്. ആ മൂലൊക്കെ നോക്കിട്ട് ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു കേട്ടോ. വഴിക്കല്ലേ കൈ വെച്ചിട്ടാണ്. അങ്ങനെ ഇവിടെ ഇവിടെ എത്തിച്ചാൽ ഓടി. ആ കുഴപ്പമില്ല, വീഡിയോ എടുത്തോ. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. മുട്ടറ്റത് മുട്ടാട്ടി നേരത്തെയൊക്കെ കാലാ തട്ടി. നമ്മള് പറ്റുന്ന തല തട്ട. ഞാനിത് ഒരു മഴയും പോയത് നല്ല രസം. ഇങ്ങനെ കുഞ്ഞാ മതി. അപ്പൊ ഇങ്ങനെ കുഞ്ഞാ മതി. അപ്പൊ കാലിങ്ങനെ പൊന്തിക്കോളും. ഇങ്ങനെ കുഞ്ഞ്
ഇതിങ്ങനെ കൈയും ഒന്നിച്ചാക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞാ മതി. ഒരുപാട് ആഴ്ചകളുണ്ട് നിലത്തിട്ടില്ല. ആ അങ്ങനെ കുഞ്ഞാ മതി. അപ്പൊ അങ്ങനെ ചാട്, അങ്ങനെ ചാട്. അത് കൊഴപ്പല്ല, ഓള് മുട്ടുത്തിയ. എടാ ഇങ്ങനെടാ, ഇങ്ങനെ കുഞ്ഞാ മതി. ഇങ്ങനെ ഇങ്ങനെ തലക്ക് പുഷ് എടുക്ക ചാടും. ഈ കാലോണ്ട് ഇങ്ങനെ ചാട. കൈയെങ്കിലും ഫസ്റ്റ് തട്ടണം. തല തട്ടണമെന്നില്ല, കൈ. ആ തലയെങ്കിൽ തട്ടണം. ഫസ്റ്റ് കാലല്ല എന്റെ തട്ടുന്നേ. ഫസ്റ്റ് തലയെ കയ്യ തട്ടിക്ക് ഇങ്ങനെ കുഞ്ഞിട്ട് കുഞ്ഞു ചാട്. ആ നിലത്ത് കുത്തൂല, വെള്ളത്തിലല്ലേ കുത്തുള്ളൂ. ബാക്ക് അപ്പൊ കാല് ബാക്കിൽ പൊന്തും. വൈക്ക് നോക്കിയാ മതി കേട്ടോ ഓടുമ്പോ. ആ ചാടിക്കോ. എയറിൽ ഇങ്ങനെ നിക്ക്. ഡൈവ് ഒക്കെ ചെയ്യേ. ഈ ഡൈവ് ചെയ്യണ മാതിരി ചാടിയൊക്കെ വെറുതെ. ആ ഓ കൊക്ക കളിക്കണല്ലേ. ആ പിന്നെയും കാലെത്തിയ നെഞ്ചെങ്കിലും കുത്ത്. ആ ചാടി. ആ വഴുക്കണം നോക്കിയാ ഇല്ല. വാ ഈ മുങ്ങൂല അവിടെ അല്ല. ആളല്ല. ഓടി വന്ന് ചാടണം. താറാവോ? എടി അങ്ങനെയല്ല, അങ്ങനെ. ആ ചാടിക്കോ. ബാബാന്റെ അത് വരെ വരില്ലേ? അപ്പൊ ഇവിടെ കമ്പി ഇട്ടൂലേ, കുറച്ച് ഇപ്പുറത്തേക്ക് ചാട്. വെറുതെ ആ ചാടിക്കോ. ഈ വെറുതെ ചാടിക്കോ. അത് ചാടിയല്ല. ഇതൊക്കെ വീഡിയോ ഉണ്ടോ ജൂലി? അതന്നെ ഞങ്ങളെ എന്തിനാ ചാടിപ്പിക്കുന്നത്? പറയട്ടെ, ഞാനുണ്ടല്ലോ, ഞാൻ കടമ ചാടിയേ 100 രൂപക്ക് ഞാന് ഉണ്ടല്ലോ. ഞാൻ പിന്നെ നീന്തൽ അറിയാത്തോണ്ടോ അല്ലേ ചാടുന്നത്. ചാടാൻ കിട്ടൂല. മഴ ചെയ്യോ? പോയി നമ്മള് അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ അർമാദിക്കലൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇനി പരിസരമൊക്കെ കാണാം. മഴ കഴിഞ്ഞതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു തണുപ്പുണ്ട്, നല്ലൊരു നനവുണ്ട്. പൊതുവെ കാര്യമായിട്ട് ഇവിടെ സ്വിമ്മിംഗ് പൂളാണ് ഉള്ളത്. പിന്നെ അവിടുത്തെ ഒരു പ്രകൃതി രമണീയമായ ശബ്ദങ്ങളും കാഴ്ചകളും ഒരു കാട്ടിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. കൂടുതലും മുളകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നോ ബാംബു വാലി എന്നാണ് ഇതിന് പേരിട്ടുള്ളത്. ഇതിൻ്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടത്. വയനാട്ടിൽ വരുന്ന സമയത്ത് ഓരോ തവണയും വ്യത്യസ്ത തലങ്ങളിലാണ് നമ്മൾ താമസിക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇവിടുന്നൊരു ഡാമുണ്ട്, കാരാപ്പുഴ ഡാം. ആ ഡാമിൻ്റെ അങ്ങോട്ടേക്കൊന്ന് പോകണം. അപ്പോൾ നമ്മളിനി ഇത് പുറത്തെ കാഴ്ചയാണ്. നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു മെയിൻ റോഡിൻ്റെ ഭാഗത്ത് എത്തിക്കുന്നു. ഈ റിസോർട്ടിൽ നിന്ന് കടന്നിട്ടുള്ള പുറം ഭാഗം. ഇനി അവിടുത്തെ കുറച്ച് സ്റ്റിൽ ഫോട്ടോസൊക്കെ നമുക്ക് കാണാം.
അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.